الحمدللہ رب العالمین نحمده ونستعینه ونستهدیه ونسترشده ونؤمن به ونتوکل علیه ونعوذ باللہ تعالی من شرور انفسنا ومن سیئات اعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولو أرادوا الخروج لعدوا له عدة ولكن كره الله بعاثهم فثبطهم وقيل اقعدوا مع القاعدين صدق الله. സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ വലിയൊരു നൊമ്പരമായി ഗസ മാറിക്കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയെക്കുറിച്ചുള്ള ഒരു പുതിയൊരു വിവരം, അതല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡാറ്റ, ഇത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത്, ഏത് ലോകത്താണിത് സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച ആലോചന വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമുക്കെല്ലാം മനസ്സിലാവുന്നത്. ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങളും ഉപരോധങ്ങളുമൊക്കെ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ഭീകരമായ ഒരു തുടർച്ചയിൽ ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ടുമുള്ള കനത്ത ഉപരോധവും അതിനേക്കാളേറെ പട്ടിണിക്കിട്ട് വരെ ഒരു ജനതയെ കൊല്ലുന്ന സാഹചര്യവും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സമകാലിക ലോകത്തെ സംബന്ധിച്ച് തന്നെയുള്ള നമ്മളുടെ സങ്കല്പത്തിന് തന്നെ പരിക്കേൽപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ലോകത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ
ഒട്ടനവധി രാജ്യങ്ങൾ, അവിടെയുള്ള ജനതകൾ, പ്രത്യേകിച്ചും ഏറ്റവും അവസാനം നടന്ന സിഡ്നിയിലെയും അതുപോലെ തന്നെ ലണ്ടൻ ടൗണിലെയും അമേരിക്കയിലെ വ്യത്യസ്ത നഗരങ്ങളിലെയും എല്ലാം പടുകൂറ്റൻ പ്രകടനങ്ങളിലൊക്കെ ലോകത്തുള്ള ജനതയുടെ ഒരു ഐക്യപ്പെടൽ ഫലസ്തീൻ വിഷയത്തിൽ പ്രകടമാണ്. ആ ജനത മൊത്തത്തിൽ പറയുന്നത് ഇവിടുത്തെ ഭരണകൂടം ഗസക്കും ഫലസ്തീനും എതിരാണെങ്കിലും ഇസ്രായേലിനൊപ്പമാണെങ്കിലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നാണ്. യൂണിവേഴ്സിറ്റി ബിരുദദാന ചടങ്ങുകളിൽ, കോൺവക്കേഷൻ സെറിമണികളിൽ കുട്ടികൾ പരസ്യമായി ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയെയും അതുപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെയും എല്ലാം പ്രതി ചേർത്ത് പറയുകയും ഞങ്ങൾക്കിങ്ങനെ ഒരു ബിരുദം വേണ്ട, അതല്ലെങ്കിൽ ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റായ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി നടത്തുന്ന ശ്രമത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടുകൊണ്ട് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ലോകത്തുള്ള ജനസാമാന്യം, അതായത് മുസ്ലിം അമുസ്ലിം ഭേദമന്യേ അവരുടെ ഒരു മനസാക്ഷിയുടെ ഒരു വലിയൊരു പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് വളരെ വിചിത്രമായി തോന്നുന്നൊരു കാര്യം, 57ഓളം മുസ്ലിം രാഷ്ട്രങ്ങൾ പേരിന് മുസ്ലിം രാഷ്ട്രങ്ങളായി ഉണ്ടായിട്ടും തങ്ങളാൽ സാധ്യമാകാവുന്ന പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാമായിരുന്നിട്ടും അവിടേക്കൊന്നും അവരുടെ ആലോചനകൾ പോലും എത്തുന്നില്ലല്ലോ എന്നുള്ള വളരെ സങ്കടകരമായൊരു കാഴ്ച നമ്മളുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നുണ്ട്. ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങി 1 വർഷം കഴിഞ്ഞ സമയത്ത്, ഇപ്പോൾ ഏകദേശം അത് 2 വർഷത്തോളം പൂർത്തിയാകാൻ നിൽക്കുകയാണ്. 600-ലധികം ദിവസങ്ങൾ പിന്നിട്ടുണ്ട്. അന്ന് 1 വർഷം പിന്നിട്ട സന്ദർഭത്തിൽ ഗസയിലെ ഖത്തീബായിരുന്ന ഇമാം മഹ്മൂദുൽ ഹസനാത്ത് അവിടെ പള്ളിയിൽ നടത്തിയൊരു ഖുത്ബ ഇങ്ങനെയായിരുന്നു: ഇദാ അക്സറു മിൻ 30,000 ഷഹീദ് و70,000 ജരീഹ് ومليوني مشرد لم يستطيعوا إيقاظ الأمة فما لكلماتي أن تفعل. 30,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും, ഒരു കൊല്ലം മുമ്പുള്ള കണക്കാണ്, 30,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും 70,000-ലധികം ആളുകൾക്ക് കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടും 20 ലക്ഷത്തോളം മനുഷ്യർ, 2 മില്യണോളം വരുന്ന മനുഷ്യർ അവരുടെ വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ടും ഈ 3 കാര്യങ്ങളും ലം യസ്തത്തിഉ ഈഖാദൽ ഉമ്മത്തിനെ ഒന്ന് ഉണർന്നെണീക്കാൻ പര്യാപ്തമാക്കിയിട്ടില്ലെങ്കിൽ ഫമാലി കലിമാത്തി അൻ തഫ്അൽ, ഞാനിവിടെ നിന്ന് ഖുതുബ പറയുന്നതിൽ തന്നെ എന്താ അർത്ഥമുള്ളത് എന്നാണ് മഹ്മൂദുൽ ഹസനാത്ത് അന്ന് ഗസയിൽ നടത്തിയ ഖുതുബയിൽ ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രമുഖ ചരിത്രകാരൻ കൂടിയായ സമകാലികനായ അലി അസ്വല്ലാബി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ട്വീറ്റിൽ ഗസയിൽ നടത്തിയ ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച നടന്നൊരു ഖുതുബയെക്കുറിച്ച് പറയുന്നു. അക്സർ ഖുതുബ ജുമഅത്തുൽ ബാരിഹ ഫി ഗസ, ഇന്നലെ ഗസയിൽ നടന്ന വെള്ളിയാഴ്ച നടന്ന ഖുതുബ ഇങ്ങനെയാണത്ര. ഇമാം ആകെ കൂടി ഒരു 2 സെൻറ്റൻസാണ് പറഞ്ഞത്. ഖാലൽ ഇമാം പറഞ്ഞു, ലാ അഖ്ദിറു അലൽ കലാമി ബിസബബിൽ ജൂ, വിശപ്പ് മൂലം എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല വിശപ്പാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. വലാ തഖ്ദീറൂന അൻതും അല സിമാഇ ബിസബബിൽ ജൂ, കനത്ത വിശപ്പ് മൂലം ഞാൻ ഇനി എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ തന്നെ നിങ്ങൾക്കും കേൾക്കാനും സാധിക്കില്ല. അതുകൊണ്ട് അഖീമുസ്സലാ, നമുക്ക് ഖുതുബൊന്നും വേണ്ട, വേഗം നിസ്കരിച്ച് പിരിയാം. ഈ 2 ഖുതുബകളും ഒന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ആന്തരിക ദൗർബല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറം മുസ്ലിം ഉമ്മത്ത് എവിടെയാണ് ഗസയെ കൊണ്ടുപോയി
ഉപരോധിച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നു. ഗസ എന്നുള്ളത് 2023 ഒക്ടോബർ 7 ശേഷമല്ല ഉപരോധിക്കപ്പെട്ടിട്ടുള്ളത്, നേരത്തെ തന്നെ ഉപരോധിക്കപ്പെട്ട പ്രദേശമാണ്. 2007 മുതൽ ഒരു ദിവസത്തിൽ 3 മണിക്കൂർ മാത്രം കറണ്ട് ലഭിക്കുകയും 1 മണിക്കൂർ മാത്രം വെള്ളം ലഭിക്കുകയും ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഗസയല്ലാത്ത പ്രദേശത്തേക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള അധിനിവിഷ്ട ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 10 ചെക്ക് പോസ്റ്റുകളിൽ തൻ്റെ ID കാർഡ് കാണിക്കുകയും ചെയ്യേണ്ടി വരുന്നൊരു ഗസക്കാരുടെ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ ചില പടുവിഡ്ഢികളായ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഗസക്ക് ഹമാസ് വരുത്തിയ അവസ്ഥയാണിതെന്ന് പറയാറുണ്ട്. അതായത് തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയാറുണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഗസക്കാർക്ക് മുമ്പിൽ വേറൊരു വഴിയില്ല. ഇതല്ലാത്തൊരവസ്ഥയിൽ ആകെ കൂടി 40 കിലോമീറ്ററോളം നീളവും 20 കിലോമീറ്ററോളം കൂടിയാൽ വീതിയുമുള്ളൊരു പ്രദേശം മാത്രമായി ഫലസ്തീനിനെ മാറ്റിയൊരു കാലത്ത് പിന്നെ പറയുന്നത് ആകെ കൂടിയുള്ളത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശമാണ്, അൽ ഗർബിയ. അവിടെ ഫത്തഹാണ് ഭരിക്കുന്നത്. ഫത്തഹിന് പ്രത്യേകിച്ച് ഭരിക്കുക എന്ന് പേരേ ഉള്ളൂ. അവിടുത്തെ സെക്യൂരിറ്റിയും അവിടുത്തെ സർവൈലൻസും ഇസ്രായേലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വെള്ളം കൊടുക്കുക, അതല്ലെങ്കിൽ വെള്ളക്കരം പിരിക്കുക, അതുപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രം ഒഴിച്ചു നിർത്തി ഇതാണ് ഭരണം എന്ന് പറഞ്ഞാൽ. ജലസേചന വകുപ്പ്, മറ്റ് ആഭ്യന്തരം, പോലീസ്, സെക്യൂരിറ്റിയൊക്കെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇതാണ്. ഇപ്പം ഹമാസും അതുപോലെ തന്നെ ഗസക്കാരും ഇതിന് വഴങ്ങില്ല. ഗസക്കാരോട് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ വഴങ്ങിക്കൊണ്ട് നിങ്ങൾക്കിവിടെ ജീവിക്കാം. ഗസക്കാർ പറഞ്ഞു അത് പറ്റില്ല. ഇപ്പോഴും ഗസക്കാർ പട്ടിണി മരണം ഏറ്റുവാങ്ങുന്നതിന് പിന്നിലുള്ള ഒരേ ഒരു കാരണം ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങൾ തെരഞ്ഞെടുത്ത നിന്ദ്യതയുള്ള ജീവിതം ഞങ്ങൾ ജീവിക്കില്ല, മരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുണ്ടല്ലേ മുസ്ലിം രാഷ്ട്രങ്ങൾ അതാ പറയുന്നത്. പല രാജ്യങ്ങളും ജീവിച്ച് പോണ്ടേ, നിലനിൽക്കണ്ടേ, സാധ്യമാകുന്നത് പോലും ഈ വിഷയത്തിൽ 57 മുസ്ലിം രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ അമേരിക്കക്ക് സമ്മർദ്ദമുണ്ടാകും. ലോക വ്യാപാര കരാറുകളിൽ കാര്യമായ പ്രശ്നമുണ്ടാകും. പക്ഷേ ഗസ ഇല്ലാതാവുക എന്നുള്ളത് ചില മുസ്ലിം രാഷ്ട്രങ്ങളുടെ വരെ താല്പര്യമാണ്. ഇത് ഊഹക്കണക്കിൽ പറയുന്നതല്ല. നമ്മളിന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ പറയുന്നൊരു ദിവസമാണ്. ലോകത്ത് ഏറ്റവും ഉപരോധിക്കപ്പെട്ട ഒരു ജനതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഏറ്റവും അർഹമായൊരു ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ദുനിയാവിലെ ശിക്ഷ എന്താണെന്ന് പറയും? പട്ടിണിയാണ്. പട്ടിണി കിടന്ന ഒരാൾ മരിച്ചാൽ, നിങ്ങൾ ചുറ്റുപാടുണ്ടായിട്ട് ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചാൽ റസൂല് പറഞ്ഞു, ഇദാ ഷാഹത്തുമുർ റജല യുഖ്തലു സബ്റ. ഒരാൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിന് സാക്ഷിയാകേണ്ടി നിങ്ങൾ വന്നാൽ ഫലാ തഹ്ലറു, നിങ്ങൾ അവിടെ അടുത്തു പോകരുത്. കാരണം ഫയസ്ഖത്തു അദാബുല്ലാഹ്, ഫയൻസിലു അലൈക്കും സഖ്ത്, നിങ്ങൾക്കുമേൽ അള്ളാഹുവിൻ്റെ കോപമിറങ്ങും. ചുറ്റും നിൽക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഈജിപ്റ്റാണ്. റഫ അതിർത്തി തുറന്നു കൊടുക്കാൻ പറ്റാത്ത അബ്ദുൽ ഫത്താഹ് അസ്സീസി, ഓരോ ഭരണകൂടങ്ങളുടെ പേരൊന്നും പറയേണ്ടെന്ന് നമ്മൾ കരുതും. ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിഫാക്ക്, പറഞ്ഞാലല്ല. ഓരോ രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ, UAE കഴിഞ്ഞ ദിവസം കുറേ ഭക്ഷണപ്പൊതി ആകാശത്ത് കൂടി ഇട്ട് കൊടുത്തു. അത്ര വലിയ കാര്യം. അത് വീണ് 2 കുട്ടികൾ മരിച്ചു ആകാശത്തുനിന്ന്. ഈ സമൂഹത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണത്. ആയിരക്കണക്കിന് ട്രക്കുകളാണ് റഫ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്നത്. ഈ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനൊത്ത്, ആ ടോണിനൊത്ത് പാട്ട് പാടാതിരുന്നാൽ ഇത് പുറത്ത് ഉള്ളിലേക്ക് കയറാവുന്നതേ ഉള്ളൂ. ആരാണ് കാരണക്കാർ? മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന നിന്ദ്യതയുടെ കാരണം എന്താണ്? ഫയൻസിലു അലൈക്കും സഖ്തുല്ലാ, അള്ളാഹുവിൻ്റെ കോപം നിങ്ങൾക്കുമേൽ വന്നിറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ നാട്ടിലൊരു പട്ടിണി മരണം നടന്നാലുണ്ടോ?
അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ ഒരു ചാറിൽ വെള്ളം ചേർത്തിട്ടെങ്കിലും അയൽവാസിക്ക് ഇത് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം അവിടെ മുസ്ലിം പോലുമില്ല. മുസ്ലിം അമുസ്ലിം എന്നൊന്നുമില്ല ഇതിൽ. ഒരു മനുഷ്യന് ഭക്ഷണം പട്ടിണിക്കിട്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിൽ 3 തവണ പാല് കുടിച്ച കുട്ടി 11 മണിയാകുമ്പോഴേക്കും വീണ്ടും കരയും അല്ലേ? അമ്മിഞ്ഞ നൊട്ടി, അതിൻ്റെ ഈ രസം തീരാത്ത കുട്ടി, ആ കുട്ടിയുടെ ആ കരച്ചിലൊന്ന്, അതിൻ്റെ ഒരു വോള്യം, അതിൻ്റെ ഡെസിബൽ അതൊന്ന് കൂടി വന്നാൽ നമുക്ക് ചങ്ക് തകർന്നു പോകും. ഈ കുട്ടികളെയാണ് ഉമ്മമാർ ബാപ്പമാർ മറമാടുന്നത്. നെഞ്ചുന്തിയ, എല്ല് പുറത്തേക്ക് തള്ളിയ മക്കളുടെ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഗസക്കാർ വരും പടച്ചോൻ്റെ കോടതിയിൽ. നാളെ ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പോരാളികൾ വരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരോടും ഇത് ചോദിക്കും. എന്തായിരുന്നു നിങ്ങളുടെ നിലപാടെന്ന് ചോദിക്കും. ഈ രാജ്യങ്ങളോടൊക്കെ ചോദിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറയുന്നുണ്ട് 46-ാമത്തെ ആയത്തിൽ, വലൗ അറാദുൽ ഖുറൂജ ലഅദ്ദു ലഹു ഉദ്ദ. ഇവരൊക്കെ ഈ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അവരുദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു അതിനുള്ള അവസരം കൊടുക്കുമായിരുന്നു. വലൗ അറാദുൽ ഖുറൂജ്, അവർ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അതിനുള്ള അവസരം കൊടുക്കുമായിരുന്നു. വലാകിൻ കരിഹല്ലാഹും ബിയാസഹും. പക്ഷെ അവരൊക്കെ ഇറങ്ങി വരുന്നത് തന്നെ പടച്ചോന് വെറുപ്പാണ്. അതുകൊണ്ട് പടച്ചോന് അതിനുള്ള അവസരം പോലും കൊടുത്തില്ല. ശത്രുവിനൊപ്പം നിൽക്കാനുള്ള അവസരം കൊടുത്തത്. ഫസബ്ബതഹും, അവരെ ഭൂമിയിൽ ഇസ്സാക്കൽത്തുമിലല്ലാർ, ഭൂമിയിൽ അവിടെ ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ട് അവിടെ തന്നെ അമർന്നിരുന്നു എന്ന് പടച്ചോൻ പറഞ്ഞു. വഖീല ഖുഉദൂ മഅൽ ഖായിദീൻ, ഇരിക്കുന്നവരോടൊപ്പം നിങ്ങളും കൂടിക്കോ എന്ന് പടച്ചവൻ അവരോട് പറഞ്ഞു. ഇതിലും വലിയ ശിക്ഷ ഉമ്മത്തിലെ നേതാക്കൾക്കും ഉമ്മത്തിലെ ഭരണകൂടങ്ങൾക്കും ലഭിക്കാനില്ല പ്രിയപ്പെട്ടവരെ. ശത്രുവിന് പോലും കൊടുക്കാൻ പാടില്ല എന്ന ശിക്ഷ, പട്ടിണി. അവർ ഭക്ഷണം കൊടുക്കും. ആർക്ക്? യതീമൻ, മിസ്കീനൻ, മിസ്കീന് കൊടുക്കും. യത്തീമിന് കൊടുക്കും. അസീറ, ബന്ദിയായി കിടക്കുന്ന ആൾക്ക് വരെ അവർ ഭക്ഷണം കൊടുക്കും. വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ എന്താ കാരണം? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിഷേധികൾക്ക് വരെ നിങ്ങൾ യുദ്ധത്തിൽ അവരോട് ഇടപഴകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഇസ്ലാമികമായ യുദ്ധമര്യാദകൾ പറയുമ്പോൾ പറയാണ്, തടവിലുള്ള ആളുകൾക്ക് പോലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കണം. ദുമ്മത്തിലെ ബൈത്തുൽ മഖ്ദിസിന്റെ പോരാളികൾ, സാലിസുൽ ഹറമൈൻ, 3ാമത്തെ ഹറമിന്റെ ആൾക്കാർ, അർലുൽ ഇസ്രാ, ഇസ്രാഇന്റെ ഭൂമി, അവിടെയുള്ള മനുഷ്യർ പടഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങൾ ഇതെന്താണ് ബാധിച്ചത്? നമ്മളെന്തെങ്കിലും ബാധിച്ചോ? നമ്മുടെ നിലപാടിൽ എന്തെങ്കിലും ബാധിച്ചോ? നമ്മളൊന്ന് ആലോചിക്കണം. അത്ര കംഫർട്ട് സോണിലൊന്നും ജീവിക്കാൻ പറ്റുന്ന ഒരു കാലത്തല്ല നമ്മളുള്ളത്. നമുക്ക് അവരെ പോലെ പട്ടിണി കിടക്കണം എന്നല്ല പറയുന്നത്. അവിടെ ഒരു കൂട്ടർ പട്ടിണി കിടക്കുന്നുണ്ട് എന്നാലോചിച്ച് താതാത്മ്യപ്പെടാവുന്ന എല്ലാ താതാത്മ്യവും നമ്മൾ പെടണം, അവരോട് ചേരണം. ദൂർത്തടിച്ച് കല്യാണം നടത്തുന്ന കാലം, ആ ദൂർത്തിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കല്യാണമൊക്കെ എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച്, ഈ കാലത്തുകൂടിയാണ് നടക്കുന്നത് എന്ന് ആലോചിക്കണം. 4ഉം 5ഉം വിഭവിക്കുന്നിടത്ത് 2 വിഭവം കുറച്ചുകൂടെ എന്നാലോചിക്കണം. പക്ഷെ പട്ടിണി കിടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും ഫത്വയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഒരു നൊമ്പരമായിട്ട് ഇത് ഏറ്റെടുക്കണം. ഗസക്കായിട്ട് പത്രപ്രസ്താവന നടത്തുകയും അതുപോലെ തന്നെ വലിയ വാചാട്ടോപ്പങ്ങൾ, വലിയ വർത്തമാനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. വലിയ വലിയ പ്രസ്താവനകൾ നടത്തും ഓരോ രാജ്യങ്ങൾ, അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ അതിനേക്കാൾ വലുതാണ് പ്രാർത്ഥന. നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മൾ താതാത്മ്യപ്പെട്ട് ചെയ്യേണ്ടുന്ന, വളരെ തരളിതമായി നമുക്കൊക്കെ ഉണ്ടാവേണ്ടുന്ന ഒരു മാനസിക ഭാവമുണ്ട്. അത് നിൽക്കണം. നമ്മുടെ കുട്ടികളത് പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് അതൊക്കെ അറിയാം എന്ന്, അതാണ് അവരുടെ വിഷ്വൽസിൽ അതൊക്കെ അവർ നേരിട്ട് കണ്ടവരാണ്.
ഷുഐബ് അബൂ താലിബിൽ ഉപരോധിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും, നിങ്ങൾക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും അന്ന് ഉപരോധിക്കപ്പെട്ട എത്ര പേരാ? 200 പേരുള്ളൂ. 20 ലക്ഷം പേരാ ഉപരോധിക്കപ്പെടുന്നത്. 20 ലക്ഷം പേർ ഉപരോധിക്കപ്പെടുമ്പോൾ 200 കോടിയുള്ള ലോകത്തെ മുസ്ലിങ്ങൾ പറയാം ഞങ്ങൾ എന്ത് ചെയ്യും. 200 കോടിയുള്ള മുസ്ലിം സമൂഹം പറയാം ഞങ്ങൾ എന്താ ചെയ്യുക. നാണക്കേട്. അതിനേക്കാൾ പടച്ചവൻ്റെ കോപം ഈ ഉമ്മത്തിന് മേലെ ഇറങ്ങാതിരിക്കട്ടെ എന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നേതാക്കൾക്ക് മേലെ ഇറങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇന്നലെ നെതന്യാഹു പ്രഖ്യാപിച്ചു ഗ്രേറ്റർ ഇസ്രായേലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ജോർദാൻ ഞെട്ടി, ഈജിപ്റ്റ് ഞെട്ടി, സിറിയ ഞെട്ടി. കാരണം ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റിൽ ആദ്യം തുടങ്ങുന്ന രാജ്യം ഇതാണ്. മിനൻ നീലി ഇലൽ ഫുറാത്താണ്. നൈല് മുതൽ അങ്ങ് ഫുറാത്ത് യൂഫ്രട്ടീസ് വരെയാണോ, ടൈഗ്രീസ് വരെയാണോ, ദജില വരെയാണോ? ദജിലയും യൂഫ്രട്ടീസും വരെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ബനൂ നളീറിനെയും ബനൂ കൈനുക്കായിനെയും ബനൂ ഖുറൈളയെയും നാടുകടത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടെ നിന്ന് നാടുകടത്തിയ മദീന ഹിജാസ് ഉണ്ട്. ആ മക്കയും മദീനയും അടക്കമുള്ള പ്രദേശത്തേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഇസ്രായേലിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇത് കാഴ്ച കണ്ട ആളുകൾ കരുതുന്നത് ഇത് ഒരു ഗസ കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണോ? അല്ല. ഗസ പ്രതിരോധത്തിൻ്റെ ചിറതീർത്ത് നിൽക്കുന്നു. ഗസക്ക് കൊടുക്കാവുന്ന എല്ലാവരും കൊടുക്കുന്നു. അവരോട് പറഞ്ഞല്ലോ സീനയിലേക്ക് പോയിക്കോളൂ. സുഡാനിലൊരു മന്ത്രിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് ഇന്നലെ. അതായത് ആൾ വന്ന് വിസിറ്റ് നടത്തിയിട്ട് ഇവരെ മുഴുവനും കൊണ്ടുപോയിട്ട് അവിടെ പാർപ്പിക്കാൻ പറ്റുമോ? അവിടെ പാർപ്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെന്നു പോകുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഷുഐബ് അബൂ താലിബിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഹാഷിമിനൊപ്പം, ഷുഐബ് അബൂ താലിബ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ബനൂ മുത്തലിബും അതുപോലെ തന്നെ ബനൂ ഹാഷിമും, ഇവർ രണ്ടുപേരും ഒരേ സമയം ഉപരോധിക്കപ്പെട്ട സമയമാണ്. ബനൂ ഹാഷിമിനെ എല്ലാവരും ഉപരോധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട് കേട്ടോ. ബനൂ ഹാഷിമിലെ വിശ്വാസികളും നിങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് കൊല്ലാൻ തരണം, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉപരോധിക്കും. ഭക്ഷ്യവസ്തുക്കൾ കിട്ടൂല. മക്കയിൽ വരുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും ബാക്കിയുള്ള ഗോത്രങ്ങളും കുടുംബങ്ങളും വില കൊടുത്ത് വാങ്ങിക്കും. അതിൽ പൈസ ഉണ്ടായിട്ട് പോലും കാര്യമില്ല. തുകൽ പാത്രങ്ങൾ കയ്യിൽ വെച്ചത് അതിനെ മെതിച്ചെടുത്ത് അതിനെ കുതിർത്തെടുത്ത് തിന്ന അബൂ താലിബിൻ്റെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഉപരോധം എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒന്നാമത്തെ ഉപരോധം എന്നല്ല. ഗസ റസൂലിൻ്റെ ചരിത്രത്തിൽ ഉപരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉപരോധിക്കപ്പെടും. നിങ്ങൾ ഇന്നത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കുമേൽ ഇന്നത് ചെയ്യും എന്ന് ലോകം നിങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്നുള്ളതിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഉദാഹരണമാണ്. ലോകം നിലനിൽക്കുന്ന കാലത്തേക്ക് റസൂൽ ഉദാഹരണം ആയി നമുക്ക് മുമ്പിൽ ഉണ്ടാകണമെങ്കിൽ ഷുഐബ് അബൂ താലിബിലും റസൂലിൻ്റെ ഉദാഹരണം വേണം. അന്ന് അബൂ താലിബ് ഒരു കവിത പറയുന്നുണ്ട്. അപ്പം അബൂ ഉബൈദ എന്ന് പറഞ്ഞ ഫലസ്തീൻ പോരാളി ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് കൂടെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ടല്ലോ. അബൂ ഉബൈദ കഴിഞ്ഞ ആഴ്ച ഏറ്റവും അവസാനം നടത്തിയ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തിയുടെ പിരടിയിലും ഗസയിൽ വീണുന്ന ഓരോ കുഞ്ഞിൻ്റെയും രക്തമുണ്ട്. നമ്മുടെയൊക്കെ പിരടിയിൽ ഗസയിൽ മരിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെ രക്തവും നിങ്ങളുടെ പിരടിയിലുണ്ട്. അതൊരു ദിമ്മത്തായത്. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് തബരിയെങ്കിലും ആണ് നടക്കുക. ബറാഅത്ത്, പടച്ചോനെ ഞങ്ങൾ ഇതിലില്ല എന്ന് പറയാനാണ് പറ്റുക. ഉപരോധിക്കപ്പെട്ട് കഴിയുമ്പോൾ അബൂ താലിബിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്. ലാമിയത്ത് അബൂ താലിബ് എന്ന പേരിൽ അറിയപ്പെട്ട അബൂ താലിബിൻ്റെ ലാമിയ എന്നറിയപ്പെട്ട ഒരു കവിതയുണ്ട്. 50 വരികളുണ്ട്. ആ വരിയിൽ അബൂ താലിബ് പലരെയും അഭിമുഖീകരിച്ച് പറയുന്നുണ്ട്. വദാക അബൂ അംർ അബാ ഗൈറ ബഅ്ലിന ലിയുതഇനനാ ഫി അഹ്ലി ഷാഇം വജാമിലി. ആരാണ് ഈ അബൂ അംർ?
ഇന്നത്തെ ഇസ്രായേലാണ്. അതായത് അബൂലഹബ് ബനു ഹാഷിമിൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ആളാണ്. പക്ഷേ റസൂലിനൊപ്പം അതല്ലെങ്കിൽ ബനു ഹാഷിമിനൊപ്പം ഇല്ല. ഇവിടെ ഉണ്ടായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കാത്ത ആൾ അബൂലഹബ് റസൂലിൻ്റെ മൂത്താപ്പയാണല്ലോ. ഒരു കുടുംബം മുഴുവൻ കൂടെ നിന്നിട്ടും മൂത്താപ്പ കൂടെ നിന്നില്ല. അബൂലഹബായ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്, മൂത്താപ്പമാരായ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. ഗസയെ ഒറ്റയ്ക്ക് കൊടുത്ത നമുക്കൊക്കെ ഇത്തിരി അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും. അബൂ സുഫിയാനെ കുറിച്ചും പറയുന്നുണ്ട്. അബൂ സുഫിയാൻ ബേസിക്കലി ഇവരൊക്കെ ഖുറൈശി ഗോത്രത്തിലുള്ളതാണോ. ഈ ബനു ഉമയ്യയും ബനു ഹുസൈം ബനു മഖ്സൂമും അതുപോലെ തന്നെ ബനു ഹാഷിമൊക്കെ ചേരുന്ന ഒരു ക്ലാനിനെയാണ് നമ്മൾ ഈ ഖുറൈശി ഗോത്രം എന്ന് പറയാം. ബനു ഉമയ്യയാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാനെ കുറിച്ചും പറയുന്നുണ്ട്. അബൂ സുഫിയാനും വമറ അബൂ സുഫിയാൻ അലയ്യ മുഅരിളൻ കമാ മറ ഫൈലും മിൻ ഇളാമിൽ മുഖാവിലി. കണ്ട ഭാവം നടിക്കാതെ ഞങ്ങളുടെ സൈഡിൽ കൂടെ നടന്നുപോയ അബൂ സുഫിയാൻ. ഇന്നത്തെ അമേരിക്കനെ കുറിച്ചും പറയുന്നുണ്ട്. അബുൽ വലീദിനെ കുറിച്ചാണ് പറയുന്നത്. അബുൽ വലീദ് വന്നിട്ട് പറയും ഞങ്ങളുണ്ട് കൂടെ. ഇന്നത്തെ അമേരിക്ക അങ്ങനെയാണല്ലോ, ലോകത്തെല്ലാ യുദ്ധം നടക്കാനും ഇതൊക്കെ ഇപ്പം നിൽക്കും യുദ്ധം. ഞങ്ങൾ ഇസ്രായേലായിട്ട് സംസാരിക്കുന്നുണ്ട്, UAE-നായിട്ട് സംസാരിക്കുന്നുണ്ട്, സൗദി ഇടപെടുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ. അന്നത്തെ അബുൽ വലീദായിരുന്നു ബനു ഹാഷിമിന് മേലുള്ള ഉപരോധം ഇപ്പം തീർക്കും, ഞങ്ങൾക്കുമേൽ ഇപ്പുറത്ത് ഒരു വാഗ്ദാനം തരികയും അപ്പുറത്ത് ഞങ്ങളെ ചതിക്കുകയും ചെയ്യുന്നവർ. പ്രിയപ്പെട്ടവരെ, ഇത് തനിയാവർത്തനമാണ്, പുനരാവിഷ്കാരമാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ റസൂലിനൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ, ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ റസൂലിൻ്റെ ഗസ്സ മുന്നിലുണ്ട്. അങ്ങനെയാണല്ലോ റസൂൽ അങ്ങനെയാണ് പറഞ്ഞത്. ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. സത്യത്തിൻ്റെ ഏറ്റവും അജയ്യ ശക്തികളായി, ധ്വജവാഹകരായി, പതാക ഏന്തിയവരായ ഒരു കൂട്ടർ എൻ്റെ ഉമ്മത്തിൽ എന്നും എഴുന്നേറ്റ് നിൽക്കും. ലാ തസാലു എന്ന് പറഞ്ഞേ, നീങ്ങാതെ അവിടെ തന്നെ ഉണ്ടാവും. അവർ അങ്ങനെ തന്നെ അടിയുറച്ച് നിൽക്കും. ലാ യളുറുഹും മൻ ഖാലഫഹും. അവരെ എതിർക്കുന്നവരൊന്നും അവരെ ഒരു തരിമ്പ് അവരെ ബാധിക്കില്ല. ആരെതിർത്താലും അവരവിടെ തന്നെ നിൽക്കും. മൻഹും യാ റസൂൽ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, അവരാരാണ്? അവരെവിടെയായിരിക്കും? ഐനഹും യാ റസൂൽ അല്ലാഹ്. അവരെവിടെയായിരിക്കും റസൂലെ ഉണ്ടാവുക? സഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫി ബൈത്തുൽ മഖ്ദിസ് വ അക്നാ ഫി ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിനും ബൈത്തുൽ മഖ്ദിസിൻ്റെ ചുറ്റും ഉള്ള ഈ ഗസ്സക്കാരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഫ്രാൻസിലെ അവസാനത്തെ ഈ ജൂത ലോബികളോട് സഹകരിക്കുന്ന ലോബികൾ പോലും ഏറ്റവും കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ 2 സ്റ്റേറ്റ് അംഗീകരിക്കേണ്ടി വരും. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രവും ഇസ്രായേൽ രാഷ്ട്രവും വേറെ അംഗീകരിക്കേണ്ടി വരും. പല രാജ്യങ്ങളും 120-ലധികം രാജ്യങ്ങൾ ആ നിലക്ക് അംഗീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ ഒരു ട്രാപ്പാണ്, അത് വേറൊരു കാര്യമാണ്. മഹ്മൂദ് അബ്ബാസും കൂട്ടർ അംഗീകരിച്ചിട്ടുള്ള ദഫ അർബിയയുടെ വെസ്റ്റ് ബാങ്കിൻ്റെ പരമാധികാരം എന്ന് പറയുന്ന ഈ സംഗതി തന്നെ ഒരു ട്രാപ്പാണ്. കാരണം മെഡിറ്ററേനിയൻ സീയുടെ കലക്കൽ വന്ന് നേരത്തെ തന്നെ പലസ്തീൻ്റെ ഭാഗമായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗമാകുന്ന തുറമുഖങ്ങളിൽ വന്ന് ഹൈഫയിലോ മറ്റൊക്കെ വന്ന് ഇറങ്ങുന്ന ഈ സംഗതി, ഒരു ഡോളറിന് ഇവിടെ വന്നിറങ്ങുന്ന, അതല്ലെങ്കിൽ ഒരു ഷെക്കേലിന് ഇവിടെ വന്നിറങ്ങുന്ന ഈ സംഗതി ഇസ്രായേലുകാരന് $1 കിട്ടുകയും 1 ഷെക്കേലിന് കിട്ടുകയും ഫലസ്തീന് ഇത് അതിൻ്റെ എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഇതിനുമേലുള്ള അധിക പൈസയൊക്കെ കഴിഞ്ഞ് $5 കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അറിഞ്ഞും സമ്മതിച്ചും പരസ്പര ധാരണയോടുകൂടിയുമുള്ള ലോകത്ത് നടക്കുന്ന ചതിയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ബറാഅത്ത് നമുക്കുണ്ടാവണം. 2 കൊല്ലത്തോളമായി നടക്കുന്ന ഈ നരവേട്ട, അതിലുമപ്പുറം 105 വർഷത്തോളമായി, 105 വർഷം എന്ന് പറയുമ്പോൾ 30 വർഷത്തോളം ബ്രിട്ടന് കീഴിലും കഴിഞ്ഞ ഒരു 10-75 വർഷത്തിലധികമായി ഇപ്പോൾ ഇസ്രായേലിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സെറ്റിൽ ആൻഡ് കൊളോണിയലിസം, ഇതിനെതിരെയുള്ള നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ നമ്മൾ വേറെ രീതിയിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മളിന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സമാനമായ ഇപ്പോൾ അസമിൽ കഴിഞ്ഞ ഒരാഴ്ച മാത്രം 1500-ഓളം പേര് അവർ ജീവിച്ചുകൊണ്ടിരുന്ന, ചരിത്രപരമായി അവർ ജീവിച്ചുകൊണ്ടിരുന്ന പ്രദേശത്ത് നിന്ന് കുടിയൊഴിക്കപ്പെട്ടു. നമ്മൾ കരുതുന്നത് ഗസയിൽ മാത്രമേ ഉള്ളൂ. ഗസ നേർസാക്ഷ്യമാണ്. നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ വരുന്നിങ്ങനെ ബുൾഡോസർ വെച്ചിങ്ങനെ നിരത്തൂലോ, ഈ പൊക്ലിനും ഹിറ്റാച്ചിയും ഒക്കെ വെച്ചിങ്ങനെ നിരത്തുന്ന ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ വന്നതാണ്. അല്ല,
948 ദേർ യാസീൻ കൂട്ടക്കൊലയിൽ, 82 ശബ്ര ഷത്തീല കൂട്ടക്കൊലയിൽ ഉപയോഗിക്കപ്പെട്ട ആയുധമാണ് ഈ ബുൾഡോസർ എന്ന് പറഞ്ഞാൽ. വീടും ഇതൊക്കെ കണ്ട് നിരത്തുക, നിങ്ങളുടെ വീട് ബാക്കിയുള്ളവർ കയ്യേറുക, അതാണല്ലോ പറയുന്നത്. ഇതെവിടെ നിന്നാണ്? ഇവർ വെറുതെ പഠിക്കുന്നൊന്നല്ല, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ തന്ത്രമാണത്. ഇസ്രായേൽ ലോകത്ത് മുഴുവൻ വരുത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ശുദ്ധിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രങ്ങൾക്ക് അവർ കൊടുക്കുന്ന വംശീയ ഉപകരണത്തിൻ്റെ വ്യത്യസ്തമായ ടൂളുകളാണ്, വ്യത്യസ്തമായ ഉപാധികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് ലോകത്തെ ശത്രുക്കളുടെ അവരുടെ പേരുകളൊക്കെ മാറാം. അവരെ നമ്മൾ വിളിക്കുന്ന ഫാസിസം എന്നും സയനിസം എന്നും അതുപോലെ തന്നെ വ്യത്യസ്തമായ പേരുകളിലൊക്കെ നമ്മൾ ഇവരൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ബാധിക്കുന്നത് കൊണ്ട് അമീർ ഉസ്മാനി പറഞ്ഞ പോലെ ഹസാർ ജിദ്ദ തറാസിയോക്ക ലിബാസ് ബദല കരേ സമാന മഗർ യക്കീനൻ രഹേഗ ആമിർ മിസാജ് ബാത്തിൽ വഹി പുറാന. 1000 പേരിൽ വ്യത്യസ്ത ഫാൻസി ഡ്രസ്സുകളിൽ വ്യത്യസ്ത മനുഷ്യർ വരുന്നതേ ഉള്ളൂ. ഒന്നിൻ്റെ പേര് ഫാസിസം, മറ്റൊന്നിൻ്റെ പേര് നാസിസം, മറ്റൊന്നിൻ്റെ പേരിൽ സയനിസം, മറ്റൊന്നിൻ്റെ പേര് ഇമ്പീരിയലിസം. ഇതൊക്കെ മനുഷ്യരെ കൊല്ലാനും ചൂഷണം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മഗർ യക്കീനൻ രഹേഗ ആമിർ മിസാജ ബാത്തിൽ വഹി പുരാന. ബാത്തിലിൻ്റെ വ്യത്യസ്തമായ പുനരവതരണങ്ങളും പുനരാവിഷ്കാരങ്ങളുമാണ്. അതുകൊണ്ട് സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള, ലോകത്ത് ഇന്നൊരു യഥാർത്ഥ മനുഷ്യനെക്കുറിച്ച് അവൻ മനുഷ്യനാണോ എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഫലസ്തീൻ വിഷയത്തോടൊപ്പമാണോ അവൻ ഇസ്രായേലിനോടൊപ്പമാണോ എന്ന് ചോദിച്ചാൽ മതി. ഇന്ത്യൻ ഫാസിസത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അയാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് അതിൽ നിലപാട് സ്വീകരിക്കാൻ ഇനി വേറെ ഉദാഹരണങ്ങളൊന്നും വേണ്ട. കാരണം ലോകം അത്ര നിലക്ക് വഖുലിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ. എന്താണോ ഈ ലോകത്ത് സത്യമായി ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടത്, അതിനു മാത്രമുള്ള തെളിവുകൾ ലോകത്ത് നിലപാടുപരമായി മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ളൊരു കാലമാണ്. അതുകൊണ്ട് സത്യത്തിൻ്റെ ഭാഗത്തുള്ള മുഅ്മിനീങ്ങൾക്ക്, പ്രത്യേകിച്ചും വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്ന നമുക്ക് കുറേ കൂടി ഉത്തരവാദിത്വമുണ്ട്. കുറേ കൂടി ഇതിനോടൊപ്പം വിശ്വാസപരമായ ലാ തുൻസറൂന ഇല്ലാ ബിൽ ദുഅഫായിക്കും. നിങ്ങളിലെ ദുർബലരെ കൊണ്ടാണ് നിങ്ങൾ സഹായിക്കപ്പെടുക. നിങ്ങളിലെ അല്ലാതെ ഇങ്ങനെ ശക്തിമാന്മാരായ കുറേ ആളുകളുടെ പ്രകടനം കൊണ്ടൊന്നുമല്ല. നിങ്ങളിലെ ദുർബലരുടെ പ്രാർത്ഥനകൾ, ദുർബലരുടെ ഐക്യദാർഢ്യങ്ങൾ, അവരുടെ നിലവിളികൾ, തീർച്ചയായും നമുക്കങ്ങനെ നമ്മുടെ ഏകാന്തതയിൽ, പടച്ചവനോടുള്ള നമ്മളുടെ പറച്ചിലിൽ, നമ്മുടെ മക്കളുടെ തർബീയത്തിൽ, നമ്മളുടെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ, നമ്മളുടെ തന്നെ ചോയ്സുകളിൽ, നമ്മളുടെ തന്നെ ഭക്ഷണത്തിൽ, നമ്മൾ പിടിക്കുന്ന നോമ്പിൽ ഉണ്ടല്ലോ, ആരോ ആഹ്വാനം ചെയ്തു മാത്രമൊന്നുമല്ല, നമുക്ക് ഒറ്റക്കൊക്കെ തന്നെ നമുക്ക് പട്ടിണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ദിവസമൊക്കെ നോമ്പെടുത്ത ആഴ്ചയിലൊക്കെ ഒരു ദിവസമൊക്കെ നമുക്ക് ഒന്ന് നോക്കാം, സുന്നത്തായി തന്നെ എടുത്തൊക്കെ നോക്കാം. ഇതൊക്കെ നമുക്ക് ശീലിക്കാവും. നാളെ പടച്ചവനോട് പറയുമ്പോൾ ബറാഅത്ത് പറയണമല്ലോ, പടച്ചവനെ ഞാനിതിൽ ഉണ്ടായിരുന്നില്ല, മനസ്സുകൊണ്ട് പോലും. അതാണ് ഫദാലിക അദ്അഫുൽ ഈമാൻ. ഈമാനിൻ്റെ അവസാനത്തെ ദുർബലമായ കണ്ണി അതാണ് മനസ്സ്. കൈകൊണ്ട് എന്തോന്നാലും ചെയ്യാൻ പറ്റില്ല, നാവ് കൊണ്ട് പോയിട്ട് ഇവരോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ടെങ്കിലും വലൈസ വറാഅ ദാലിക ഹബ്ബത്തു ഹർദലിൻ മിൻ ഈമാൻ, ഇതിനുശേഷം ഈമാനിൻ്റെ ഒരു കടുക് മണി പോലും ഇല്ല എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ നിറച്ചു വെക്കാൻ, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആലോചന വരുന്ന ഒരു ദിവസം എന്നുള്ള നിലയിൽ കൂടിയാണ് അത് സൂചിപ്പിച്ചത്. പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസക്ക് ഏറ്റവും സുന്ദരമായ ഭാവി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയുടെ ത്യാഗം, ഗസയുടെ സമർപ്പണം, ഗസയുടെ ഷഹാദത്ത്, ഗസയുടെ പരിക്ക്, ഗസയുടെ നിലവിളി, ഏറ്റവും മികച്ച ഒരു ലോകക്രമത്തെ വാർത്തെടുക്കാൻ ഏറ്റവും മികച്ച മൂലധനമായി അള്ളാഹു അതിനെ മാറ്റിത്തീർക്കുമാറാകട്ടെ. പടച്ചറബ്ബ് ആ നിലയിൽ നിഫാക്ക് വർത്തിക്കുന്നവർക്ക് പുനരാലോചിക്കാനുള്ള മനസ്സ് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി ദീർഘവീക്ഷണം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പ്രത്യേകമായി കരുണ ചൊരിയുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽ ഫർദ് الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. اللهم صل وسلم وبارك على رسولك محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. عباد الله وإماء الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا بأرض فلسطين بأرض غزة بنصرك العزيز على القوم الكافرين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم أقل نفوذهم. اللهم هدم حصونهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. خير الصلاة.